ബിഗ് ബോസ് ലൈവില് കൺഫെഷൻ റൂമില് ബിഗ് ബോസിന് മുന്നിൽ നിലവിളിക്കുന്ന രേണുസുധിയെ നമുക്കിന്ന് കാണാം. വേറൊന്നും കൊണ്ടല്ല, പുള്ളിക്കാരത്തി ഭയങ്കര മാനസികമായ ടെൻഷനുണ്ട്, വിഷമമുണ്ട്. ഇന്നലെ ശാരിക പോയതിന് ശേഷം പുള്ളിക്കാരിക്കൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ബിഗ് ബോസിനെ കാണണം, ബിഗ് ബോസിനോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ബിഗ് ബോസ് രേണുസുധിയെ കൺഫെഷൻ റൂമിലേക്ക് ക്ഷണിക്കുന്നു. അവിടെ വെച്ച് രേണുസുധി ബിഗ് ബോസിനോട് സംസാരിക്കുന്നു. തനിക്ക് മക്കളെ കാണണമെന്നും മക്കളോട് സംസാരിക്കണമെന്നും മക്കൾ എങ്ങനെ ഇരിക്കുന്നെന്നൊക്കെ ഉറക്കെ നിലവിളിക്കുന്നുണ്ട് പുള്ളിക്കാരി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആം, രേണുസുധിയുടെ ഇളയ മകൻ സുധിയെ കൊല്ലം സുധിയെ ടി വിയിൽ കാണുമ്പോൾ അച്ഛൻ മരിച്ചുപോയി എന്നൊരു ഫീല് കുട്ടിക്കുണ്ട്. അതുകൊണ്ട് രേണുവിനെ ടി വിയിൽ കാണുമ്പോൾ കുഞ്ഞിന്റെ ഉള്ളിൽ രേണു മരിച്ചുപോയി കാണുമോ എന്നൊരു ഫീൽ ഉണ്ടാവും എന്ന് പറഞ്ഞാണ് രേണുസുധി കരയുന്നത്. അത് മാത്രമല്ല, മൂത്ത കുട്ടിയെ കുറിച്ച് പറഞ്ഞ് കരയുന്നുണ്ട്, സുധിയെ കുറിച്ച് ആലോചിച്ച് കരയുന്നുണ്ട്, സുധിയേട്ടനെ ഏൽപ്പിച്ചിട്ടാണ് താൻ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ആവർത്തിച്ച് സുധിയേട്ടനെ കുറിച്ച് രേണുസുധി ഇന്ന് കൺഫെഷൻ റൂമിൽ പറയുന്നുണ്ട്. അങ്ങനെ ബിഗ് ബോസ് പറയുന്നു, രേണു വിഷമിക്കണ്ട, വീട്ടിലെല്ലാം വിളിച്ച് തിരക്കുന്നുണ്ട്, സ്ട്രോങ് ആയ വ്യക്തിയാണ് രേണു, അതുകൊണ്ട് പ്രേക്ഷകരുടെ താല്പര്യത്തിനനുസരിച്ച് രേണു അവിടെ നിൽക്കണം, കരയരുത്, കരയണമെന്ന് തോന്നുകയാണെങ്കിൽ കരഞ്ഞോളുക, അല്ലാതെ വീട്ടിൽ പോകണമെന്ന് ആവശ്യപ്പെടരുത് എന്നൊക്കെ കുറെ ബിഗ് ബോസ് സംസാരിക്കുന്നു രേണുസുധിയോട്. അങ്ങനെ ബിഗ് ബോസുമായിട്ട് കുറച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി സന്തോഷം, അവർ പുറത്തിറങ്ങി വരുന്നുണ്ട്. പിന്നെ ഹാപ്പി ആയിട്ട് അവിടെ എല്ലാം എല്ലാവരോടും പറയുന്നു, ബിഗ് ബോസിനോട് സംസാരിച്ചതിന് എനിക്ക് സന്തോഷം നൽകുന്നുണ്ട് എന്ന് രേണുസുധി ഇന്ന് അവിടെ പറയുന്നുണ്ട്.